ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പിയാണ്. എന്നാൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ ഞാനൊരു വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അരമുറി ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകവും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അരപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. തൈര് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത ശേഷം ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. ഇനി കടുക് വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ച ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു പച്ചടിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.